തെരഞ്ഞെടുപ്പിൽ കന്നിയംഗം ആണെങ്കിലും അതിലും വലിയ പോരാട്ടത്തിൽ ജയിച്ചു കയറിയ വീര്യവുമായിട്ടാണ് മലപ്പുറം മേലാറ്റൂർ സ്വദേശി കൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാധിച്ച ക്യാൻസർ കൃഷ്ണനെ തളർത്തിയില്ല. കാല് മുറിച്ചു മാറ്റേണ്ടി വന്നെങ്കിലും ഉറച്ച ചുവടുകളോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃഷ്ണൻ സജീവമാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ മേലാറ്റൂർ ഡിവിഷനിലാണ് കെ കൃഷ്ണൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ ഈ പറഞ്ഞ മേലാറ്റൂർ മേഖലയിൽ സജീവമാണ്, പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോഴെന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ജനങ്ങളെ കാണുന്നത്. ഏത് രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം? നല്ല പോസിറ്റീവായ പ്രതികരണം തന്നെയാണ് എല്ലാ ഭാഗത്തുനിന്നും. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു രോഗം ക്യാൻസർ വന്നു, അതിനെ ഏത് രീതിയിൽ അതിജീവിച്ചത്? ഈ സംഘടനാ പ്രവർത്തനത്തെയൊക്കെ അത് ബാധിച്ചിരുന്നോ? ഇല്ല, അത് ഞാൻ പൊതുവെ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതിന് ശേഷം ആണ് ശരിക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവരോടൊപ്പം കൂടി എല്ലാ മേഖലയിലും ഇവരോടൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടി. ഇവരോടൊപ്പം കൂടി വന്നപ്പോൾ DYFI എന്ന സംഘടനയിലേക്ക് എത്തിയതിന് ശേഷമാണ് നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായത്. അതുകൊണ്ട് ഇവരോടൊപ്പം എല്ലാ DYFIയുമായി ബന്ധപ്പെട്ട എല്ലാ ക്യാമ്പയിനിലും പങ്കെടുത്ത് എല്ലാ നാട്ടുകാർക്കും ഇപ്പോൾ ഒരു സുപരിചിതനാണ്. എല്ലാവരും നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാല് പോയി ചെറുപ്രായത്തിൽ തന്നെ, ആ സമയത്ത് തനിക്ക് ഇത് സാധിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പമോ സംശയമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒതുങ്ങി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിൽ അതിജീവിച്ചതെന്നുള്ളതാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. കാരണം പൊതുരംഗത്തേക്ക് വരുന്നു, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു, വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, അത് അതിന് ഒരു നന്ദി പറയുന്നതാണ് DYFI എന്നുള്ള സംഘടന തന്നെയാണ്. ഞാൻ ആദ്യം നിന്നൊക്കെ വീട്ടിൽ തന്നെയാണ് അടങ്ങിയിരുന്നത്, പുറത്തേക്കൊന്നും വരില്ല. പിന്നെ DYFIയിൽ സുഹൃത്തുക്കളൊക്കെ വന്ന് കൊണ്ടുപോയി ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ നമ്മളെ മേലാറ്റൂരാണെങ്കിലും പെരിന്തൽമണ്ണയാണെങ്കിലും എല്ലാ വിഭാഗത്തിലും എല്ലാ നാട്ടിലുള്ള ജനങ്ങൾക്കും ഒരു സുപരിചിതനാണ്. എല്ലാവരും നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. DYFI തന്നെയാണ് അതിന് നന്ദി പറയാനുള്ളത്. എന്തായാലും ശക്തമായ പോരാട്ടമാണ് മേലാറ്റൂർ ഡിവിഷനിൽ നടക്കുന്നത്. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ അദ്ദേഹത്തോടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പൊതുരംഗത്തുള്ള ഈ പ്രവർത്തനം രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്, അത് മാതൃകയാക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകുന്ന സമയത്ത് വീടിനകത്ത് ഒതുങ്ങിക്കൂടുകയൊന്നും ചെയ്യാതെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നു, ഒരു നാടിൻ്റെ നയിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.